വയനാട്ടിലെ ബ്രഹ്മഗിരി സൊസൈറ്റിക്കെതിരെ ഗുരുതര ആരോപണമായി മുൻ ജീവനക്കാരൻ. സൊസൈറ്റിയിലെ ജീവനക്കാരുടെ അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് സൊസൈറ്റിയിലെ നിക്ഷേപകൻ കൂടിയായ നൌഷാദ് മാട്ടിൽ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും നൌഷാദ് പുറത്തുവിടുന്നു. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വയനാട്ടിൽ CPIM നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്കെതിരെ കുറേ നാളുകളായി നിക്ഷേപകർ പ്രക്ഷോഭത്തിലാണ്. വലിയ തുക നിക്ഷേപമായി സ്വീകരിച്ച ശേഷം ലാഭവിഹിതമോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ വഞ്ചിക്കുന്നുവെന്നാരോപിച്ചാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. അതിനിടെയാണ് സൊസൈറ്റിയിലെ നിക്ഷേപകനും അതോടൊപ്പം അവിടുത്തെ മുൻ ജീവനക്കാരനുമായ കൽപ്പറ്റ സ്വദേശി നൌഷാദ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് നൌഷാദ് ആരോപിക്കുന്നത്. 2021 ഡിസംബർ 2-നാണ് ഞാൻ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് ഈ പണം കൊണ്ടുവന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്കിൽ പൊതിഞ്ഞിട്ടാണ് ഈ പൈസ കൊണ്ടുവന്നത്. 2000-ൻ്റെ നോട്ട്, 500-ൻ്റെ നോട്ട്, 200, 100 നോട്ട് കെട്ടുകളായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. വലിയൊരു എമൗണ്ട് ആയിരുന്നു. അത് ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ വലിയൊരു എമൗണ്ട് ആയത് കാരണം അക്കൗണ്ടിൽ അത് ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവിടുത്തെ കുറച്ച് ജീവനക്കാരെ സെലക്ട് ചെയ്ത് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് ഇടുകയും പിന്നെ അതിനുശേഷം 1-2 ലക്ഷം രൂപ ആക്കിയിട്ട് ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്തത്. ഏതൊക്കെ അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒറ്റ പ്രാവശ്യമാണോ അങ്ങനെ സംഭവിച്ചത്, അതോ പലതവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ മുന്നേ ബത്തേരിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പൈസയും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പുതിയ ഉറപ്പുകളോ എന്തെങ്കിലും സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരാഴ്ച മുന്നേ ഇത് പരിഹരിച്ച് തരാമെന്ന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടെ ഇവർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾക്ക് പൈസ തരാം. ഇത് 2022 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതാണ്ട് 3 വർഷമായി ഇത് ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന് മാത്രം എത്ര പണമായിരുന്നു കിട്ടാനുള്ളത്? എനിക്കിപ്പോൾ ഏതാണ്ട് 22 ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് കിട്ടാനുണ്ട്. നിക്ഷേപം തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉറപ്പുകളൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ല. അതോടൊപ്പമാണ് ഈ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടന്നു എന്ന നൌഷാദ് ആരോപിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.